നമ്മുടെ ഈ PMR-ലൂടെ നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നത് രോഗിയുടെ പലതരം ബുദ്ധിമുട്ടുകളുള്ള രോഗികളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനും അവരുടെ തിരികെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാനും സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ രോഗികളെ സ്വയം പര്യാപ്തമാക്കുകയുമാണ് PMR-ലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മെയിൻലി ഡീൽ ചെയ്യുന്ന കേസസ് ന്യൂറോളജിക്കൽ ഡിസീസസ്, സ്ട്രോക്ക്, സ്പൈനൽ കോഡ് ഇഞ്ചുറി, ഹെഡ് ഇഞ്ചുറി പേഷ്യൻസ്, പിന്നെ പലതരം വേദനകളുള്ള കേസസ്, പിന്നെ ഓങ്കോ റീഹാബിലിറ്റേഷൻ, ക്യാൻസർ വന്ന രോഗികളുടെ പുനരധിവാസം, പിന്നെ ആംബിറ്റി റീഹാബിലിറ്റേഷൻ എല്ലാമാണ് നമ്മൾ PMR-ലൂടെ സാധ്യമാക്കുന്നത്. AI ബേസ്ഡ് ഇലക്ട്രോതെറാപ്പിക് മൊഡാലിറ്റിയിലെ ഒന്നായ ചാറ്റ്നോമയുടെ വയർലെസ് പ്രൊഫഷണലാണിത്. ഇതിൽ ഇൻ്റഗ്രേറ്റഡ് ന്യൂറോ റീഹാബിലിറ്റേഷൻ, പെയിൻ റീഹാബിലിറ്റേഷൻ ആൻഡ് സ്പോർട്സ് റീഹാബിലിറ്റേഷൻ നമുക്ക് സാധിക്കുന്നു. ഇതിൽ AI ബേസ്ഡ് ആയിട്ട് പേഷ്യൻറ്റിൻ്റെ ട്രിഗർ പോയിന്റ്സിനെയും പെയിൻ ഉള്ള റീജിയൻസിനെയും ഇത് ഓട്ടോമാറ്റിക്കായി സെൻസ് ചെയ്യുന്നു. അതേപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ ത്രഷോൾഡ് ആയിട്ടുള്ള സ്റ്റിമുലസ് ഈ മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നു. ഇതിൽ തന്നെ ഈ മെഷീൻ ഓട്ടോമാറ്റിക്കായി പേഷ്യൻറ്റിന് എത്രത്തോളമാണോ ആവശ്യമായ ഇൻറ്റൻസിറ്റി ആ മെഷീൻ തന്നെ അത് സെറ്റ് ചെയ്യുന്നു. ഈ നവീകരിച്ച PMR-ലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നാണ് അക്യൂട്ട് ന്യൂറോ റീഹാബിലിറ്റേഷൻ. അതായത് ഈ സ്ട്രോക്ക് ഹെഡ് ഇഞ്ചുറി വന്ന പേഷ്യൻസിന്റെ നേരത്തെ തന്നെയുള്ള പുനരധിവാസമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിലൂടെ നമുക്ക് ന്യൂറൽ റിക്കവറി സാധ്യതയും കൂട്ടാനും പറ്റും. ഇതാണ് നമ്മുടെ ബോഡി വെയ്റ്റ് സപ്പോർട്ടഡ് ത്രെഡ്മിൽ ട്രെയിനിങ്. ഒരു റീഹാബിലിറ്റേഷനിൽ പേഷ്യന്റിനെ ഭാരം അറിയാതെ പേഷ്യന്റിനെ എത്രയും പെട്ടെന്ന് നിർത്തിക്കാനോ നടത്തിക്കുവാനോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ത്രെഡ്മില്ലാണ് ഇത്. യൂഷ്വലി നമ്മൾ ഒരു രോഗി സ്റ്റേബിൾ ആയിട്ട് ഒരു തെറാപ്പി പോകുന്ന ഒരു രീതിയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. അതിന് പകരം നമുക്കൊരു പേഷ്യന്റിനെ നേരത്തെ തന്നെ ഒരു ന്യൂറോളജി ന്യൂറോ സർജറി വിഭാഗത്തിൽ നിന്ന് നേരത്തെ തന്നെ PMR-ലോട്ട് അഡ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ തന്നെ പുനരധിവാസം സാധ്യമാക്കാനാണ് നമ്മൾ ഈ നവീകരിച്ച യൂണിറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വ്യക്തി ഇയാളുടെ റിസ്റ്റിന്റെ എക്സ്റ്റൻഷൻ റേഞ്ച് ഓഫ് മോഷൻ ആണ് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇയാൾ ഈ റേഞ്ച് ഓഫ് മോഷൻ റിസ്റ്റ് അനക്കുന്നതിനനുസരിച്ചിട്ട് ഇതിനകത്ത് ഫീഡ്ബാക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇതുകൊണ്ട് തന്നെ അതിൽ ഓരോ ടാർഗറ്റുകൾ ഈ പേഷ്യൻ്റ് അച്ചീവ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പേഷ്യൻ്റ് അറിയാണ്ട് തന്നെ ഈ റേഞ്ച് ഓഫ് മോഷൻ ട്രെയിൻ ചെയ്യുന്നു. ഇതിൽ തന്നെ നമുക്ക് ഇതിന്റെ റെസിസ്റ്റൻസ് സെറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് സെറ്റ് ചെയ്യുന്നത് കൊണ്ട് പേഷ്യന്റിന്റെ മസിൽ സ്ട്രെങ്തനിങ്ങിലേക്ക് പോകുന്നു. നമ്മുടെ നവീകരിച്ച യൂണിറ്റിൽ വിർച്വൽ റിയാലിറ്റി ബേസ്ഡ് ട്രെയിനിങ്, മോട്ടോർ ട്രെയിനിങ്, കോഗ്നിറ്റീവ് ട്രെയിനിങ്, ബാലൻസ് ട്രെയിനിങ് ഡിവൈസസ് എല്ലാം ഉണ്ട്. അപ്പം അതെല്ലാം നമുക്ക് കൂടുതൽ പേഷ്യന്റിന് റിക്കവറി സാധ്യത കൂട്ടുകയും പേഷ്യന്റ് കൂടുതൽ തെറാപ്പിക്ക് കോപ്പറേറ്റ് ചെയ്യാനും പറ്റുന്ന വിധത്തിൽ സഹായിക്കുന്നതുമാണ്. ഇതാണ് വിർച്വൽ റിയാലിറ്റി. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തഡ് കൊണ്ട് നമ്മൾ പേഷ്യൻറ്റിനെ മറ്റൊരു വിർച്വൽ വേൾഡിലേക്ക് റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് ഉള്ള ഒരു സ്ഥലത്തേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പല ഗെയിംസ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് പല ബോഡി മൂവ്മെൻറ്റ്സ്, പ്രത്യേകിച്ച് നമ്മുടെ അപ്പർ ബോഡിയിലെ ഹാൻഡ് ഫങ്ഷൻസിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. പേഷ്യൻറ്റിന് യൂഷ്വലി നമ്മൾ ചെയ്യുന്ന എക്സസൈസസ് ചെയ്യാൻ പലർക്കും മടിയായിരിക്കും. പക്ഷേ ഈ ഒരു വിർച്വൽ വേൾഡിലേക്ക് എത്തുന്നതോടുകൂടി അവരുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ട് അവർക്ക് പല ബോഡി മൂവ്മെൻറ്റ്സും സെൽഫായിട്ട് ചെയ്യാൻ പറ്റും. ന്യൂറോ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പോൾ നിലവിൽ നമ്മൾ എക്സസൈസുകളും ചില ടെക്നിക്കുകളും യൂസ് ചെയ്ത് തെറപ്പി മുന്നോട്ട് കൊണ്ടുപോകിലും അതിൽ കൂടുതൽ കാലയളവ് എടുക്കാറുണ്ട്. കുറച്ചും കൂടെ വേഗത്തിൽ ഒരു ഇംപ്രൂവ്മെന്റ് വരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു തെറപ്പി മെത്തേഡാണ് വൈറ്റൽ സ്റ്റെം തെറപ്പി എന്ന് പറയുന്നത്. ഇതൊരു കറന്റ് സ്റ്റിമുലേഷൻ ടെക്നിക്കാണ്. നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന മസിലുകളിൽ ഇലക്ട്രോഡ് വെച്ചതിന് ശേഷം നമ്മൾ പേഷ്യന്റിനോട് ഭക്ഷണം ഇറക്കുന്ന രീതിയിൽ മൂവ്മെന്റ് ചെയ്യാൻ പറയുകയും അതേ സമയത്ത് കറണ്ട് ഡെലിവറി ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു തെറപ്പി ടെക്നിക്ക് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് കുറച്ചും കൂടെ വേഗത്തിൽ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു മസിൽസിനെ പഴയ പൂർവാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. AI ഇന്റഗ്രേറ്റർ വിർച്വൽ റിയാലിറ്റി ബേസ്ഡ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ് ആസ്റ്റർ മീൻസ് കാലിക്കറ്റിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.